പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം, പുതിയ പുലരി കർത്താവ് നമുക്ക് ദാനം തന്നു. ആയുസ്സും ആരോഗ്യവും ശക്തിയും ബലവും നമുക്ക് തന്നു. നമ്മുടെ ആയുസ്സിനെ നീട്ടി ദൈവിക പർപ്പസിന് വേണ്ടി കർത്താവ് നമ്മളെ വീണ്ടും നിയോഗിച്ചിരിക്കയാൽ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം ദൈവവചന ചിന്തയിലേക്ക് കടക്കുന്നതിന് ആധാരമായി പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. എക്സോഡസ് ചാപ്റ്റർ 15 വേഴ്സ് 25. അവൻ യഹോവയോട് അപേക്ഷിച്ചു, യഹോവ അവന് ഒരു മരം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. ഹല്ലേലൂയ. നമുക്ക് പരിചിതമായ വാക്യമാണ്. മിക്കവർക്കും കേട്ടപ്പോൾ തന്നെ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാവർക്കും ആ മരം കാണിച്ചു കൊടുത്തു, അവനത് വെട്ടി വെള്ളത്തിലിട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലായിട്ടുണ്ടാവും. നമുക്കറിയാവുന്ന സാഹചര്യമാണ്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഇസ്രയേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ ഏകദേശം കണക്കുകൂട്ടിയിൽ 20 ലക്ഷത്തിലധികം ആളുകൾ ഒരുമിച്ച് കടന്നു വരുന്ന ഒരു സാഹചര്യം. മോശ ലീഡ് ചെയ്യുന്നു. അങ്ങനെ ചോരത്തിലെയും പെസഹയും ആചരിച്ച് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ചെങ്കടലിൻ്റെ അടുത്തെത്തി വലിയൊരു പ്രതിസന്ധിയിലായി. ജനം പിറുപിറുത്തു. മോശ നിലവിളിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതം കണ്ടു. ചെങ്കടൽ അവർക്ക് മുമ്പിൽ പിളർന്നു. മോശ വടി നീട്ടി ചെങ്കടൽ അവർക്ക് മുമ്പിൽ പിളർന്നു. അങ്ങനെ ഉണങ്ങിയ പാതയിൽ കൂടി വരിക മാത്രമല്ല, പിന്നാലെ വന്ന ഫറവോനും സൈന്യവും ആ ചെങ്കടലിനകത്ത് മുങ്ങിപ്പോവുക കൂടി ചെയ്തു. അങ്ങനെ ഇന്ന് കണ്ട ശത്രുവിനെ ഇനി കാണുകയില്ലെന്ന് പറഞ്ഞ് മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്ത് കൂട്ടത്തിലുള്ള സ്ത്രീകൾ എല്ലാവരും നൃത്തം ചെയ്ത് സന്തോഷത്തോടെ വരികയാ. അങ്ങനെ അവർ ശൂർ മരുഭൂമിയിലെത്തി. അടുത്ത പാർട്ട, ശൂർ മരുഭൂമിയിലെത്തി. അടുത്തൊരു വാചകം എഴുതിയിട്ടുണ്ട്, 3 ദിവസം തുടർച്ചയായി നടന്നു. ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. ഒറ്റ വാക്കി പറയുമ്പം അവർക്ക് വെള്ളം കിട്ടിയില്ല, പിറുപിറുത്തു എന്ന് പറയുന്നതിനപ്പുറം 3 ദിവസം ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ നടന്ന് ഇത്രയും ലക്ഷം ആളുകൾക്ക് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അങ്ങനെ വെള്ളമില്ലാതെ നടക്കുന്ന സാഹചര്യത്തിനകത്ത് വെള്ളം അന്വേഷിച്ചു നടക്കുക എന്ന് പറയാം. അങ്ങനെ നടക്കുന്ന സാഹചര്യത്തിലാണ് അവര് മാറയിൽ വെള്ളം കണ്ടെത്തുന്നത്. അപ്പൊ ഇതിനകത്തൊരു കാര്യമുണ്ട്. 3 ദിവസമായിട്ട് വെള്ളം കിട്ടാത്ത ആളുകള്, വെള്ളം തേടി നടക്കുന്ന ആളുകള് വെള്ളം കാണുമ്പോൾ ആ വെള്ളത്തോടൊരു അമിതാവേശവും ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും മനസ്സിൽ ഗ്രഹിച്ചുകൊണ്ടാണ് ഓടിച്ചെന്ന് വെള്ളം കുടിക്കാൻ നോക്കുന്നത്. മുമ്പേ പോയവൻ ആദ്യം വെള്ളം എടുത്തു. അത് കുടിച്ചൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അവൻ വിളിച്ചു പറഞ്ഞു, ഇത് കയ്പ മാറയാ വെള്ളത്തിന്. ഇതൊരു വലിയ സാഹചര്യമാണ്, വലിയൊരു പ്രതിസന്ധിയാണ്. 3 ദിവസം തുടർച്ചയായി വെള്ളമില്ലാതിരുന്നു. അങ്ങനെ വെള്ളം കിട്ടിയ വെള്ളം കയ്പാണ്, മാറയാണ്. ജീവിതത്തിനകത്ത് മിക്കവാറും ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ്. അപ്പോ ജനം നിലവിളിച്ചു, വെള്ളമില്ല, കുടിപ്പാൻ വെള്ളമില്ല, ഞങ്ങൾ എന്തു ചെയ്യും? മരിപ്പാൻ പോവുക. ഇതൊരു സ്വാഭാവിക സാഹചര്യം. വെള്ളമില്ലെങ്കിൽ മനുഷ്യൻ മരിക്കും. വെള്ളമില്ലാതെ മരിക്കാൻ പോവുക. എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യം. അവിടെയാണ് ദൈവം വീണ്ടും മോശയോട് അരുളിച്ചത്. അവിടെ ഒരു വാചനം എഴുതിയിട്ടുണ്ട്, അവസാനത്തെ വാക്ക് എഴുതിയിരിക്കുന്ന, അവിടെ വെച്ച് അവരവരെ പരീക്ഷിച്ചു, ഒരു ചട്ടവും പ്രമാണവും കൊടുത്തു. മോശയോട് ദൈവം സംസാരിക്കുക. യഹോവ അവന് മോശയ്ക്ക് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. മോശ ആ വൃക്ഷത്തിന്റെ അത് വെട്ടി ആ വെള്ളത്തിലിട്ടു. മാറ മധുരമായി തീർന്നു. ഇതൊരു ട്രിക്ക് പോലെയോ മാന്ത്രിക ശക്തി പോലെയോ അല്ല. ഈ മരത്തിന് പ്രത്യേകമായി ഒരു കഴിവോ മാന്ത്രികതയോ ഒന്നും ആ മരത്തിനില്ല. ആ മരം വെട്ടിയിടുമ്പോൾ ലോകത്തിലെ എല്ലാ വെള്ളവും അല്ലെങ്കിൽ ആ വെള്ളമെല്ലാം ഈ മധുരമായിട്ട് മാറുകയൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാ ആ ടൈമിൽ ആ മരത്തിന്റെ കൊമ്പ് വെട്ടിയിട്ടപ്പോൾ അത് മധുരമായി മാറിയത്? മറ്റൊരു കാര്യവുമില്ല. ദൈവം പറഞ്ഞു, അത് ചെയ്തു. യേശു പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വല വീശ. ചോദ്യമില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ച, ശരിയാ.
പക്ഷെ യേശുവിന്റെ വാക്കിനെ അങ്ങ് വലയിറക്കി. യേശു പറഞ്ഞു വലതുവശത്തേക്ക് നീക്കി വല വീശ്. യേശു പറഞ്ഞു എഴുന്നേറ്റ് നടക്ക. ദൈവം നിന്നോട് ഇത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാതെ അനുസരിച്ചാൽ മതി. ആ വൃക്ഷത്തിന്റെ കൊമ്പിന്റെ പ്രത്യേകതയല്ല, പക്ഷെ വൃക്ഷത്തിനെ ദൈവം ഉപയോഗിക്കുക. ചിലപ്പോ ആ വൃക്ഷവും ഉപയോഗമില്ലാതെ ആർക്കും വേണ്ടാതെ ഒറ്റപ്പെട്ട് നിൽക്കുകയായിരിക്കും, അതൊരു കാര്യമാണ്. അതുപോലെ ഒറ്റപ്പെട്ട് ആർക്കും വേണ്ടാതെ നിൽക്കുന്നവരൊക്കെ ദൈവം ഉപയോഗിക്കും. അതിനപ്പുറത്ത് ഈ മാറ എന്ന വെള്ളത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ നോക്കി നിൽക്കുമ്പോ സാഹചര്യങ്ങളൊക്കെ എതിരാ. 3 ദിവസമായിട്ട് വെള്ളം കിട്ടിയില്ല. കിട്ടിയ വെള്ളം മാറയാ. കുഞ്ഞേ, നീ ദൈവത്തിന്റെ വാക്ക് കേട്ടിട്ടാണ് മരുഭൂമിയിൽ ഇറങ്ങി പുറപ്പെട്ടതെങ്കിൽ, പെസഹായും ചോരത്തിലെയും കുഞ്ഞാടിന്റെ ചോരയുടെ രക്തത്തിന്റെ മുദ്രയുമിട്ടാണ് ഇറങ്ങി വരുന്നതെങ്കിൽ, ഹല്ലേലൂയ, അവിടുന്ന് മുന്നോട്ട് നടക്കുമ്പോൾ മരുഭൂമിക്കകത്ത് 3 ദിവസം വെള്ളം കിട്ടാനില്ല, വെള്ളമില്ല. നടക്കുന്ന വഴിയില് കിട്ടിയ വെള്ളം അത് മാറിയ കയ്പായി പരിണമിക്കുന്നെങ്കിൽ അവിടെ പതറി പോകരുത്. നിന്നെ നടക്കാൻ പറഞ്ഞവന് മരുഭൂമിയിൽ കൂടി നടക്കാൻ പറഞ്ഞവൻ അറിയാം അവിടെ വെള്ളമുണ്ടെന്നും അവിടുത്തെ വെള്ളം കയ്പാണെന്നും. അവിടെ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, നിനക്ക് മാറയെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് വേണ്ടി ഒരു വൃക്ഷം കൂടെ കരുതിയിട്ടുണ്ട്. മാറയെ മധുരമാക്കുന്ന ദൈവത്തിന്റെ കരുതൽ നിനക്ക് വേണ്ടി അവിടെയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കാണുന്നതും ജനം കാണുന്നതും മാറയേ ഉള്ളൂ. നമ്മൾ കാണുന്നത് പുറമെ സാഹചര്യമാ, മരുഭൂമിയാ, വെള്ളമില്ല. കിട്ടിയ വെള്ളമോ അത് കയ്പാ, മാറയാ. ഇതാ സിറ്റുവേഷൻ എല്ലാം ഇങ്ങനെയാ, സാഹചര്യം എല്ലാം വിളിച്ചു പറയുന്നതാ. കുഞ്ഞെ, സാഹചര്യം മുഴുവൻ നിനക്കെതിരായിട്ട് നിൽക്കട്ടെ, പക്ഷേ സാഹചര്യത്തിനപ്പുറത്ത് നീ കാണുന്ന എല്ലാ സാഹചര്യത്തിനും അപ്പുറത്ത് നിന്നെ കരുതുന്ന, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അതേ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കരമുണ്ട്. മാറയിലെ വെള്ളം മധുരമാക്കാൻ ദൈവത്തിന് പദ്ധതിയുടെ. മാറയെ സൃഷ്ടിച്ചത് നിനക്ക് വേണ്ടി, മാറയെ ഒരുക്കിയത് ദൈവമാണെങ്കിൽ അതിനെ മധുരമാക്കാൻ ദൈവത്തിന് കഴിയും. ആ വീട്ടിൽ വീഞ്ഞ് തീർന്നുപോയി. എന്ത് ഭവിക്കുമെന്നറിയാതെ മണവാളനും വീട്ടുകാരും റൂമിനകത്ത് കയറി തല താഴ്ത്തുന്ന സമയം യേശുവിന്റെ അമ്മ മറിയ പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. കർത്താവിന്റെ നാഴിക വരെ വെയിറ്റ് ചെയ്തു. നാഴിക വന്നു. കൽപാത്രത്തിനകത്ത് വെള്ളം നിറച്ചു. ഒറ്റ വാക്ക്, കോരി വിരുന്നുവാഴികൾക്ക് കൊടുത്തേക്ക്. ഇതിലെ ആ പ്രോസസ് ഒന്നും നടന്നില്ല. മുന്തിരി എടുക്കണം, പിഴിയണം, കെമിക്കൽ ചേർക്കണം, വെയിറ്റ് ചെയ്യണം, ഒന്നും നടന്നില്ല. ഇതിന്റെ ഒരു പ്രോസസ്സും, വീഞ്ഞിന്റെ ഒരു പ്രോസസ്സും നടന്നില്ല. ആ കാത്തിരിക്കേണ്ട ടൈം ആയിട്ടില്ല. പക്ഷെ ചോദ്യമില്ല. സൃഷ്ടിതാവ് പറഞ്ഞു കോരി വിരുന്നുവാഴിക്ക് കൊടുത്തേക്ക്, കോരി വിളമ്പിക്കോളാൻ പറഞ്ഞു. വിളമ്പിയാ മതി. ആ ടേസ്റ്റായ വീഞ്ഞ ജനത്തിന് ആ വിരുന്നുവാഴിക്ക് കിട്ടുന്നത്. കുഞ്ഞേ, നീ അറിയാത്ത കരുതൽ യേശു നിന്റെ വീട്ടിലുണ്ടോ? യേശു നിന്റെ പടയിലുണ്ടോ? യേശു നിന്റെ ജീവിത യാത്രയ്ക്കകത്തുണ്ടോ? ഒന്നുകൂടെ പറയാം, യേശുവിനെ കൂടിയാണോ നീ യാത്ര ചെയ്യുന്നത്? നിന്റെ മാറ മധുരമാകും. അതൊക്കെ വിശുദ്ധ കനാൻ നാട്ടിൽ എത്തുന്നത് വരെ, സ്വർഗീയ കനാൻ നാട്ടിൽ എത്തുന്നത് വരെ നിന്റെ മാറയെ മധുരമാക്കി, ദുർഘടങ്ങളെ നിരപ്പാക്കി നിന്നെ നടത്തുന്ന ദൈവത്തിന്റെ കൃപ നിന്നോട് കൂടെയുണ്ട്. പതറി പോകയില്ല. നിന്നെ നടത്തുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. കർത്താവിന്റെ കയ്യിലേക്ക് സമർപ്പിച്ച് നിനക്ക് വേണ്ടി കരുതുന്നവനുണ്ട്. മാറയുണ്ടെന്നറിയുന്നവൻ, നിന്നെ നടത്തിയവന് അതേ മധുരമാക്കാനുള്ള ദൈവിക പദ്ധതി കൂടെയുണ്ട്. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ജനത്തിന് അനുഗ്രഹമാകട്ടെ. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവേ, മാറ ഉണ്ടെങ്കിൽ അതിനെ മധുരമാക്കുന്ന ദൈവിക പദ്ധതിയും കൂടി ഉള്ളതിനായി നന്ദി പറയുന്നു. ദൈവം പറഞ്ഞിട്ട് ദൈവത്തെ കൂടിയാണോ യാത്ര ചെയ്യുന്നത്? ഈ യാത്ര സഫലമാ, നിരാശപ്പെടേണ്ടി വരത്തില്ല. പ്രതിസന്ധികളെ നേരെയാക്കുന്ന ദൈവത്തിന്റെ കൃപ കൂടെയുള്ളതിനായി നന്ദി. ജനത്തെ അനുഗ്രഹിക്കുന്നു. മരുഭൂമിയും മാറയുമുള്ള സാഹചര്യത്തിനകത്ത് യഹോവയുടെ മധുരത്തിന്റെ കരുതൽ കർത്താവെ കൂടെയുള്ളതിനായി സ്തോത്രം.
അങ്ങനെ തന്നെ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കും, തൃക്കരങ്ങളിൽ സമർപ്പിക്കും. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാ മാനവമഹത്തോടെ നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ വിശാലമേറിയ ദൈവ കർത്താവിന്റെ ചെറുകടിയിൽ മറയ്ക്കപ്പെടട്ടെ. താങ്ക് യു സോ മച്ച്.